ഒരു ജ്യോത്സ്യൻ്റെ കുറിപ്പ് വായിക്കാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർക്കുള്ള കുറിപ്പ്? അത് ഞാൻ പറയാം. ആദ്യം ഈ ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഗണിച്ച കുറിപ്പ് വായിക്കാം. കുറിപ്പ് വായിക്കുമ്പോൾ സിനുവിന് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ സാദൃശ്യങ്ങൾ തോന്നുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ശ്രീ പരിഹാരം കർമ്മപരമായ പശ്ചാത്തലം, ശബരിമല ക്ഷേത്ര ധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം. ക്ഷേത്രത്തിന് എപ്പോഴാണ് ഭംഗം ഉണ്ടായത്? കുറച്ച് സ്ത്രീകളെ ശബരിമല കയറ്റി, അല്ലേ? അവർ കയറിയ സ്ത്രീകൾ ക്ഷേത്രത്തിന് അശുദ്ധി ഉണ്ടാക്കുന്ന ചില സ്ഥാനങ്ങൾ, അതായത് ആർത്തവം, രക്തം പറ്റിയ തുണി ഉൾപ്പെടെ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിൻ്റെ ശാപഫലം ശക്തമായിരിക്കുന്നു. ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു. ആരാണ് രാജാവ് എന്ന് മനസ്സിലായോ? ശനി, കേതു, ഗുരു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ്. അതീത കാലങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം രോഗം, ബന്ധനം, അപമാനം എന്നീ രൂപങ്ങളിൽ അഭിമുഖമായി വരുന്നു. നോക്കൂ, എന്തൊക്കെയാണ്? രോഗം, ബന്ധനം, അപമാനം വന്നല്ലോ. ജനാധിപത്യ രാജ്യത്തെ രാജാവിനാണോ? കഥയിൽ ചോദ്യമല്ല. അല്ല, ചോദിക്കാന്ന്. ശബരിമലയ്ക്ക് ആചാരത്തിന് ഭംഗം ഉണ്ടായത് എവിടെ വെച്ചാ? കേരളത്തിലല്ലേ? ജനാധിപത്യ കേരളത്തിലല്ലേ? അപ്പൊ ജനാധിപത്യ കേരളമായിട്ടൊരു ബന്ധമുണ്ട്. അപ്പൊ ഇവിടെ രാജസ്ഥാനത്ത് നിൽക്കുന്ന ആള് പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാകാം. മുഖ്യമന്ത്രി നിങ്ങൾക്ക് പറയുന്ന പേടിയാ? നിങ്ങൾ മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചോളൂ. അപ്പൊ അദ്ദേഹത്തിന് ആ രാജാവിൻ്റെ സ്ഥാനത്തുള്ള ആൾക്ക് രോഗം, ബന്ധനം, അപമാനം എന്നീ രൂപങ്ങളിൽ അഭിമുഖമായി വന്നു. രോഗമുണ്ട്, അപമാനം ഒരുപാട് വന്നു, മകളുടെ പേരിൽ ഉൾപ്പെടെ, അല്ലേ? അതെ. ഇനിയിപ്പോൾ ബന്ധനം എപ്പോഴാണെന്ന് അറിയില്ല. മരണം, അപമാനം, സ്ഥാനഭ്രംശം, ബന്ധനം. വീണ്ടും പറയുക, ബന്ധനം, ശാരീരിക പീഡകൾ, പുത്രദുഃഖം, പുത്രവിരഹം, ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു. പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുജ്ജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജന്മത്തിൽ ചെയ്ത പ്രവർത്തികൾ മൂലം മുൻജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ അതൊക്കെ തീർന്നു. ദ്രുത പരിഹാരം. ഇനി എന്തൊക്കെ ചെയ്യണം? 1. വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കുക. 108 ഗോപൂജ നടത്തുക. പൂജാദ്രവ്യങ്ങൾ പുല്ല്, വാഴപ്പഴം, ശർക്കര, മഞ്ഞൾ വെള്ളം നിത്യവും ഗോപൂജ മന്ത്രം ജപിക്കുക. ഗോശാല അറിയാലോ? ഒരു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനോട് ചേർന്നിട്ടൊരു ഗോശാല നിർമ്മാണമൊക്കെ നടന്നിരുന്നു. ഉണ്ടോ? മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നു പശുവിനെ. ശരി. ഇനി ശാസ്താപ്രീതി ഹോമം. അഗ്നിപ്രവേശത്തിൽ 108 ദ്രവ്യങ്ങൾ സമർപ്പിക്കുക. മന്ത്രം സ്വാമിയെ ശരണം അയ്യപ്പ എന്ന മന്ത്രം 1008 തവണ ജപിക്കുക. ദേവിയുടെ പാദം മുറുക്കെ പിടിക്കുക. ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കുക. മഹാപരിഹാരം അന്നദാനം. 1008 സ്വാമിമാർക്ക് നിത്യവും അന്നദാനം ചെയ്യുക. കൂട്ടായി ഭക്ഷണം കഴിക്കുമ്പോൾ ദോഷം ഭക്തരിലേക്ക് വ്യാപിക്കും. അതായത് നമുക്കൊരു ദോഷമുണ്ടെങ്കിൽ നമ്മൾ ഈ അന്നദാനം ചെയ്യുന്നതിൻ്റെ ഒരു കടമ, കുറച്ച് പേർക്ക് വിശപ്പ് മാറാൻ പറ്റില്ല, നമുക്കുള്ള പാപങ്ങൾ വിഘടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ കഴിക്കുന്ന ആളുകളിലേക്ക് പകർന്നു കൊടുക്കുക. അവർക്ക് ദോഷം പറ്റുന്നില്ല, അത് അങ്ങ് പോവുകയാണ്. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഡൈല്യൂട്ട് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് കൊടുക്കുക. എന്നിട്ട് മാത്രമല്ല, കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ നമ്മുടെ ചുറ്റുവട്ടം മാത്രമല്ല, ലോകത്തുള്ള ആളുകൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അതിന് നമുക്കൊരു ആഗോള സംഗമം വെച്ചിട്ട് അന്നദാനം നടത്തിയാൽ മതി. ആഗോള സംഗമം വല്ലതും നടക്കുന്നുണ്ടോ? ആഗോള സംഗമമൊക്കെ നടത്താൻ പോകുന്നുണ്ട്. അയ്യപ്പന്മാരൊക്കെ കൂടിച്ചേരും. അപ്പം അയ്യപ്പനുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ദോഷമുള്ളത്. അപ്പോൾ അവിടെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് അന്നദാനം കൊടുക്കണം. ഉണ്ടാവുമല്ലോ. 30,000-ഓളം പേര് വരുന്നല്ലേ, സ്വാഭാവികമായിട്ടുണ്ടായി അന്നദാനം ഉണ്ടാവും. അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാകുമ്പോഴത്തേക്ക് ഈ പാപം അത്രയും ഡൈല്യൂട്ട് ചെയ്ത് ഡെലിഗേറ്റ് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പാപമുക്തി ഉണ്ടാവും. വസ്ത്രദാനം. 108 ഗുരുസ്വാമിമാർക്ക് നവവസ്ത്രം നൽകുക. ഇത് ദോഷം യജമാനൻ്റെ ശരീരത്തിൽ നിന്ന് അകറ്റുന്നു. മൃത്യുഞ്ജയ ഹോമം. രോഗനിവാരണത്തിന് ഇത് അത്യാവശ്യമാണ്. ഓരോ പൂജാരിയും മൃത്യുഞ്ജയ മന്ത്രം 108 തവണ ജപിക്കണം. ഈയിടെ തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ക്ഷേത്രത്തിൽ ഭാര്യയും മകളും പോയിട്ടുണ്ടായിരുന്നു, അല്ലേ? വീഡിയോ ഒക്കെ വന്നായിരുന്നു. അത് ശിവൻ്റെ ക്ഷേത്രമാണ്. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുന്നത് ശിവന് വേണ്ടിയിട്ടാണ്. ശനിശാന്തി ഹോമം. ശനിദോഷം ഇല്ലാതാക്കാൻ എള്ള്, കറുത്ത വസ്ത്രം, എണ്ണ എന്നിവ സമർപ്പിക്കുക.
വസ്ത്രം ധരിച്ച ബ്രാഹ്മണർക്ക് അന്നദാനം നൽകുക, സദാ കറുപ്പ് ധരിക്കുക. അത് സാധ്യമാകുന്നില്ലെങ്കിൽ കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുക. ഞാനൊന്നും പറയുന്നില്ല. കറുത്ത വാഹനത്തിൽ ആരെങ്കിലും സഞ്ചരിക്കുന്നുണ്ടോ? അതെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കറുത്ത വാഹനത്തിൽ. പ്രധാനമന്ത്രി സഞ്ചരിക്കും പിന്നെ വെളുത്ത വാഹനത്തിലാണ്. എന്നാലും കേരളത്തിലെ കാര്യത്തിലേക്ക് വരല്ല, അയ്യപ്പന്മാർ ഒന്നിച്ചു. ശരി. 108 കലശങ്ങളിൽ തീർത്ഥം നിറച്ച് ശാസ്താവിനെ അഭിഷേകം ചെയ്യുക. ഇതിനുശേഷം ദീപാരാധന നടത്തേണ്ട അത്യാവശ്യമാണ്. സാമൂഹിക പരിഹാരം. ഭജന സംഗമം. 1008 ഭക്തർ ഒന്നിച്ചുകൂടി 12 മണിക്കൂർ തുടർച്ചയായി ശരണം വിളിക്കുക. ശരണം വിളിക്കുക. ശരണം എന്ന ശബ്ദത്തിൽ ദോഷം വിലയം പ്രാപിക്കുന്നു. അപ്പോൾ അയ്യപ്പ മഹാസംഗമത്തിൽ ശരണം വിളി ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ 1008 പേർ, 3000 വരുന്ന 1008 പേർ കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. 1008 പേർ എന്തായാലും ഉണ്ടാവും. സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ എന്തു പറ്റും? ശരണം എന്ന ശബ്ദത്തിൽ ദോഷം വിലയം പ്രാപിക്കും. ദോഷങ്ങൾ അത്രയും വിലയം പ്രാപിക്കും. ആഗോള സഹഭോജനം. ലോകമെമ്പാടുമുള്ള ഭജന സംഘങ്ങൾ ഒന്നായി ഭജനം നടത്തുക. ഇത് ദോഷത്തെ ഭൂമിയിൽ നിന്നകറ്റും. ആഗോളതലത്തിലുള്ള അയ്യപ്പ ഭക്തന്മാർ വന്നിട്ടൊരു ഭജന നടത്തിയാൽ ഇത് നടത്തുന്ന യജമാനൻ്റെ എന്ത് ദോഷം ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ടാവും. ആരാണാവോ യജമാനൻ? അന്നദാനം ലോകവ്യാപകം. സമൂഹത്തിൽ അന്നദാനം നടത്തുക. ദോഷം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വ്യാപിച്ചാൽ പോലും അതില്ലാതാകും. രാജാവിൻ്റെ സാന്നിധ്യത്തിൽ വേണം അന്നദാനം. ഉണ്ടാവണം. സ്വന്തം കൈകൊണ്ട് വിളമ്പി നൽകിയാൽ ഗുണം കൂടും. അങ്ങനത്തെ ഒരു ചിത്രം വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഉറപ്പായിട്ടും വരും. വിളമ്പി കൊടുക്കുന്നത് അല്ലേ? ആതിഥേയനല്ലേ. രക്ഷാ ഉപായം. ഇനി രക്ഷപ്പെടാനുള്ള മാർഗം. യജമാനും കുടുംബവും നിത്യവും ഹരിവരാസനം ജപിക്കുക. രാവിലെയും രാത്രിയും കർപ്പൂര ദീപം വഴിപാടായി കത്തിക്കുക. താന്ത്രിക ഉപദേശം അനുസരിച്ച് രാഹു കേതു ഗ്രഹബലി നടത്തുക. ഭക്തരിൽ അന്നദാനവും വസ്ത്രദാനവും വഴി ദോഷം വേർപെടുത്തി അതിനെ വിലയിപ്പിക്കുക. താന്ത്രിക ഉപസംഹാരം. ഇതൊരു അറ്റകൈ പ്രയോഗമാണ്. യജമാനൻ തന്നെ ദോഷം പൂർണ്ണമായി അനുഭവിക്കുന്നതിന് പകരം ഇത് സമൂഹത്തിൽ വിലയിപ്പിക്കുന്നത്. അതായത് യജമാനൻ, ഈ ചടങ്ങുകൾ നടത്തുന്ന യജമാനൻ, അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുള്ളി ഒറ്റയ്ക്ക് അനുഭവിക്കാതെ അത് സമൂഹത്തിന് വീതിച്ചു കൊടുക്കുന്നു. അതോടെ അദ്ദേഹത്തിന് പാപമുക്തി ഉണ്ടാകുന്നു. അപ്പോൾ അതിന് മന്ത്രമുണ്ട്. ആ മന്ത്രം ഞാൻ ചൊല്ലുന്നില്ല. മന്ത്രത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഒരു ശാപം പലതായി വിഭജിക്കപ്പെടുന്നു. അന്നദാനത്തിലൂടെ അത് ലഘുവായി തീരുന്നു. അന്നദാനം നടത്തുന്നത് അതുകൊണ്ടാണ്. അന്നദാനം കുറേ ആളുകൾക്ക് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. നമ്മുടെ ദോഷങ്ങൾ മാറിപ്പോകാൻ വേണ്ടിയിട്ടാണ് അന്നദാനം ചെയ്യുന്നത്. ശാസ്താവിൻ്റെ കൃപയ്ക്ക് ഇത് അത്യാവശ്യമാണ്. മറ്റൊരു മാർഗവുമില്ല. ശേഷം ചിന്ത്യം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പരിഹാരക്രിയയുടെ കുറിപ്പ്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഇപ്പം ശബരിമലയിൽ ആചാര ലംഘനം നടന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ദോഷങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയുന്നത് എന്തൊക്കെയോ? ശനിദോഷമുണ്ട്. ചിട്ടയും തപസ്സും ലംഘിച്ചു. ഭഗവാന്റെ ക്ഷേത്രത്തിലെ ചിട്ട ലംഘിച്ചു. ഭഗവാന്റെ തപസ് ലംഘിച്ചു അല്ലേ? കേതുദോഷം സന്യാസ ഊർജത്തെ അപമാനിച്ചതിന്. ഗുരുപീഠ ധർമ്മത്തെ ചവിട്ടി മെതിച്ചതിന്. ചന്ദ്രപീഠ പൊതുജനങ്ങളുടെ മനസ്സിനെയും വിശ്വാസത്തെയും തകർത്തതിന്. ഇതെല്ലാം ചേർന്ന് രാജ്യഭംഗയോഗം രൂപപ്പെട്ടു. രോഗം, കുടുംബപീഡ, അപമാനം, നിയമക്കുരുക്കുകൾ, രാഷ്ട്രീയ പതനം, അകാല ദുരന്തങ്ങൾ എന്നിവയൊക്കെയാണ് ഇങ്ങനെ ഭഗവാന് അപ്രിയമായ ധർമ്മച്യുതി വരുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ വന്ന് ശാസ്താവിൻ്റെ കോപം ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല എന്നാണ് ജ്യോതിഷികൾ പറയുന്നത്. യജമാനൻ്റെ ദോഷത്തിൽ പങ്കാളികളാകുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പോൾ അന്ന് ഈ കൃത്യങ്ങൾ ചെയ്യാൻ കൂടെ നിന്ന ആളുകൾ, ഒരു ശിവശങ്കരൻ ഉണ്ടായിരുന്നല്ലോ. അതെ, എവിടെ പോയി? വലിയ അപമാനം അല്ലേ, എല്ലാം ഉണ്ടായി. പിന്നെ അങ്ങനെ ഒരുപാട് പേർക്ക് പേരൊന്നും പറയണ്ട, ഒരുപാട് പേർക്ക് ഒത്തിരി ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ദോഷങ്ങൾ അച്ചട്ടായിട്ട് വരുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഏതായാലും അങ്ങനൊരു സംഭവം ഉണ്ട്. അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാം. ഇതിപ്പോൾ ഇടയ്ക്ക് ഈ ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പരിപാടിയല്ല, ദേവസ്വം ബോർഡ് നടത്തുന്നതാണ് എന്നാണ് ഒരു വിശദീകരണം വന്നത്. ഒരു മതേതര സർക്കാർ ഒരു മതത്തിൻ്റെ പരിപാടി ഇങ്ങനെ നടത്താമോ എന്ന ചോദ്യം വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെ ചോദിച്ചപ്പോഴാണ് വന്നത്. പക്ഷേ 27/9/2025 കേരള സർക്കാരിൻ്റെ മുദ്ര വെച്ച് ലോക കേരള സഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു കത്ത് പോയിട്ടുണ്ട്. ഡയറക്ടർ എഴുതിയ കത്താണ്, ഇംഗ്ലീഷിലാണ്.
ഇൻവിറ്റേഷൻ ടു ഗ്ലോബൽ എൻക്ലേവ് 2025 ഡിയർ LSK മെമ്പർ, ലോക കേരള സഭ അംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കത്ത് പോകുന്നത്, നമ്മൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു പരിപാടി നടത്തുകയാണ്. ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അങ്ങനെ നടത്തുകയാണെങ്കിൽ TDBയുടെ മുദ്ര വെച്ചിട്ട് ദേവസ്വം ബോർഡല്ലേ കത്തയക്കേണ്ടത്? ലോക കേരള സഭ അംഗങ്ങൾക്ക് പങ്കൊന്നുമില്ല. ഈ കത്തിൽ പറയുന്നത് ഇങ്ങനെ, കത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫിൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത്, ദോസ് വിഷിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കോൺക്ലേവ് ഇൻക്ലൂഡിംഗ് ലോക കേരള സഭ മെമ്പേഴ്സ് ആൻഡ് their nominees are required to share their details at അയ്യപ്പ സംഗമം 2025 @shabarimala.online.org. അതായത് ലോക കേരള സഭ അംഗങ്ങൾ ഇതിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ നോമിനികളെയും പങ്കെടുപ്പിക്കാം. അങ്ങനെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ മെയിൽ ID നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞ് കത്തയച്ചിരിക്കുന്നത് കേരള സർക്കാരിൻ്റെ മുദ്രയോടെയാണ്, ട്രാവൻകൂർ ദേവസ്വം ബോർഡ് അല്ല. അപ്പോൾ സർക്കാരിൻ്റെ പരിപാടിയല്ല എന്ന് പറയാൻ പാടില്ല, സർക്കാരിൻ്റെ പരിപാടിയാണ്. ഇനി തീർന്നില്ല, ഇപ്പോൾ ഒരു പുതിയ വിവരം വന്നിട്ടുണ്ട്. 6 മാസം മുമ്പ് വേറൊരു തീരുമാനം എടുത്തിരുന്നു. അയ്യപ്പനെ വിൽക്കാൻ തീരുമാനിച്ചിരുന്നു. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾ 5 കാറ്റഗറി ആയിട്ട് തിരിക്കും. 1 ഡയമണ്ട്, പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ, ബ്രോൺസ്, ഇങ്ങനെ തിരിക്കും. 3 കോടി രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ ഡയമണ്ട് മെമ്പറാകും. നിങ്ങൾക്ക് ശബരിമലയിൽ എപ്പോൾ വേണമെങ്കിലും വരാം, 5 ദിവസം താമസിക്കാം, മാസപൂജ, വിഷുപൂജ, ഉത്സവ സമയത്തൊക്കെ സൗജന്യമായിട്ട് താമസിക്കാം. അവിടെ വന്നാൽ അപ്പോൾ അരവണയും ഫ്രീ ആണ്, ഡയറി കിട്ടും. അങ്ങനെ 3 കോടി രൂപ വീതം കൊടുത്താൽ നിങ്ങൾക്ക് ശബരിമല അയ്യപ്പനോട് ഏറ്റവും അടുത്ത ദർശനം കിട്ടുന്ന എലിറ്റ് ക്ലാസ് ആകും. 1 മുതൽ 3 കോടി രൂപ വരെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദിവസം ഇത്തിരി കുറയും, എന്നാലും ഇതേ ആനുകൂല്യങ്ങൾ കൊടുക്കും. അങ്ങനെ കോടികൾ കൊടുത്ത് അയ്യപ്പനെ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്ലാസ്സിനെ ഉണ്ടാക്കാൻ പോവാണ്. അതായത് സർക്കാരിന് കാശ് വേണം. 3000 പേരെ ചുമ്മാ അല്ല കൊണ്ടുവരാൻ പോണത്, അവരുടെ കയ്യിൽ ഇത് തുട്ട് മേടിക്കാൻ പോവുക. ഇതിന് ഉത്തരവിറക്കിയിരിക്കുന്നു. ഇതിന് ഉത്തരവിറക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കോർഡിനേറ്റർമാരെയും അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർമാരെയും നിയമിച്ചിട്ടുണ്ട്. എന്നിട്ട് സ്പോൺസർഷിപ്പ് ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ട് ദേവസ്വം ബോർഡിന് സംഭാവന പിരിക്കാനാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചാൽ മതി, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ 5 കാറ്റഗറി മെമ്പർഷിപ്പ് കൊടുത്ത് അതിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് കോടികൾ പിരിക്കാനുള്ള പരിപാടിയാണ്. അതായത് എന്തു ചെയ്താലും 4 ചക്രം ഉണ്ടാക്കണമെന്നുള്ള ആശയം അയ്യപ്പൻ്റെ പേരിൽ നടത്താൻ പോവുകയാണ് അയ്യപ്പ സമ്മേളനത്തിൽ. അതിൻ്റെ അറിയിപ്പും ബ്രോഷറുകളും അറിയിപ്പുകളും പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ അയ്യപ്പനെ അപമാനിച്ച് അയ്യപ്പൻ്റെ ആചാരങ്ങൾ ലംഘിക്കാൻ നോക്കിയവർ ഇന്ന് അയ്യപ്പനെ വിറ്റ് വിദേശ മലയാളികളുടെ ലോക കേരള സഭ എന്ന് പറയുന്ന സംവിധാനത്തിലുള്ള ആളുകൾക്ക് 3 കോടി രൂപ വരെ വാങ്ങി ശബരിമലയിലെ വിശ്വാസം വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ദോഷപരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന പരിപാടി ഇങ്ങനൊരു കച്ചവട പരിപാടിയാക്കി മാറ്റിയിട്ട് മറ്റൊരു ശാപം കൂടി ആരുടെ തലയിൽ വീഴ്ത്താനാണോ? എൻ്റെ പൊന്നു ഭഗവാനെ, ഭൂതനാഥ നീ തന്നെ ശരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.